നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ചില ആളുകളെക്കുറിച്ച് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചില അപ്പിയറൻസ് കൊണ്ട് ചില ആളുകൾ വളരെ നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുകയും തുടക്കത്തിൽ ഭയങ്കര നല്ല ഭംഗിയുള്ള ആളുകളൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ അവർ വളരെ മാന്യരാണെന്നും വളരെ നല്ലവരായിരിക്കുന്നു, അവരുടെ ക്യാരക്ടർ നല്ലതായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫെനോമിനൻ ഉണ്ട്. ശരിക്കും ഇതൊരു കോഗ്നിറ്റീവ് ബയാസാണ്. ഹാലോ എഫക്റ്റ് എന്നാണ് ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന ടേം. ഹാലോ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകൾ അവരുടെ ഒരു സ്വഭാവം കാണുമ്പോൾ അവർ ഇന്ന ടൈപ്പ് ആളുകളാണെന്ന് നമ്മളൊരു അസംഷനിൽ എത്തുന്നതാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് അവരെക്കുറിച്ചൊരു ധാരണ, അവർ വളരെ നല്ല മനുഷ്യരാണെന്നും. ഇനി നെഗറ്റീവ് റോൾസ് ചെയ്യുന്ന ആളുകൾ അവർ റിയൽ ലൈഫിലും ചിലപ്പോൾ അങ്ങനെയല്ല, വില്ലന്മാരാണെന്നൊക്കെ നമ്മൾ പൊതുവെ അങ്ങനെ ഒരു ധാരണ, നമുക്കൊരു ഇമ്പ്രഷൻ നമുക്ക് വരും. അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ ആ വില്ലനോ അവൻ്റെ കട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കോ ഇവൻ ഭയങ്കര വില്ലത്തരമുള്ള ഒരു സ്വഭാവമാണ്, നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നുന്ന ആ ഒരു ഫെനോമെനാണ് ഹാലോ എഫക്റ്റ്. അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ ചില ആളുകൾക്ക് അതായത് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ നമുക്ക് ചില ബിസിനസ്സിൽ ഇനീഷ്യൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് പച്ചപിടിക്കാൻ അങ്ങനെയുള്ള ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സത്യത്തിൽ ഈ ഹാലോ എഫക്റ്റിനെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ ചെല്ലുന്ന സമയത്ത് വളരെ ഫോർമലായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ ഗ്രൂംഡ് ആയിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണ നമ്മൾ വളരെ കാഷ്വലായിട്ടൊക്കെ വെറുതെ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ സാധാരണ പോയി നമ്മൾ അത് ക്രാക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഹാലോ എഫക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഇതുപോലെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടാഗ് ലൈൻസ്, പിന്നെ മിക്കവാറും നമ്മൾ കണ്ടിട്ടില്ല ഇന്ദുലേഖ സോപ്പ്, അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെയൊക്കെ അംബാസിഡർ ആരാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസാണ്. അവർ വന്ന് ഈ സോപ്പ് തേച്ച് കുളിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി കിട്ടിയെന്നും ഈ ഷാമ്പു തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്മൂത്ത് സ്കിന്നാണെന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി നമ്മൾ പോകുമ്പോൾ സാധാരണ ഒരാൾ പ്രൊമോട്ട് ചെയ്തൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനേക്കാളും ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? ഈ ഹാലോ എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം സാഹചര്യം, അതായത് നമുക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു കാര്യം നേടേണ്ട ഒരു സാഹചര്യത്തിൽ ആക്ച്വലി നമുക്ക് ഈ ഹാലോ എഫക്റ്റിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇനി ഹാലോ എഫക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, നമുക്ക് മറ്റുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും എളുപ്പമാണ്. അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് വളരെ വെൽ ഡ്രസ്ഡ് വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ആളുകളെല്ലാം നല്ലതാണ് എന്നുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല, നമ്മൾ നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. കാരണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഈ ഹാലോ എഫക്റ്റ് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ആക്ച്വലി ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാലോ എഫക്റ്റിന് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടാനും നമുക്കൊരു കാര്യത്തിലേക്ക് എത്താനും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാ ഭംഗിയുള്ളത് പറയില്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ അപ്പിയറൻസും എല്ലാം പുറത്തുനിന്ന് കാണുന്നതും നല്ലതാണെന്നും എല്ലാം കാണുന്നത് പോലെ മോശമാണെന്നും ഒക്കെ വിചാരിക്കുന്നതിൽ നിന്ന് നോൺ ജഡ്ജ്മെൻ്റൽ ആവാനും ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ള അവയർനെസ് നിങ്ങളെ സഹായിക്കും.